നമുക്ക് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സാമ്പാർ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് പരിപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വെക്കാം കുക്കറിൽ. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവാൻ വെക്കണം. ഞാൻ അതിനായിട്ട് സാമ്പാറിനായിട്ട് കുറച്ച് പച്ചക്കറികൾ ഇവിടെ എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക, വഴുതനങ്ങ, തക്കാളി, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, പീച്ചിങ്ങ, മുരിങ്ങയ്ക്ക, ഇതൊക്കെ ഞാൻ അരിഞ്ഞെടുക്കട്ടെ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പരിപ്പ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഈ അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം ഇതിൻ്റെ മുകളിലോട്ടിടാം. കുറച്ച് വെണ്ടയ്ക്ക ഞാൻ എണ്ണയിൽ ചൂടാക്കി വെച്ചതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പുപൊടി, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഒരു 1.5 സ്പൂണ് മുളക് പൊടി, ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് സാമ്പാർ പൊടി. പിന്നെ ഒരു 1.5 സ്പൂൺ സാമ്പാർ പൊടി. കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഈ കഷ്ണത്തിലേക്ക് ചേർക്കാം. നമുക്കിനി കുക്കർ എടുത്തേക്ക് വയ്ക്കാം. ഈ ചേർപ്പൂട്ടി വയ്ക്കാം നമുക്ക്. നമുക്കിതിലേക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞ് വെച്ചത് ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് കുക്കാവട്ടെ. ഒന്ന് അടച്ച് വയ്ക്കാം. കഷ്ണമെല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിനെ താളിച്ച് ചേർക്കാം.
ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു. ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. കുറച്ച് കടുക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി നമുക്ക് താളിപ്പിന്നൊക്കെ ചുട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീട്ടിൽ.